ടെലിഫോൺ ലൈനിൽ എത്തിയിരിക്കുകയാണ്. ശ്രീ പി സി ജോർജ്, ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം വളരെ വേഗത്തിൽ പോലീസ് തയ്യാറാക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ഈ ഓണത്തിന് മുൻപോ ഓണത്തിന് ശേഷമോ കുറ്റപത്രം സമർപ്പിക്കും. പഴുതുകൾ അടച്ചുള്ള കുറ്റപത്രമാകും അത് എന്നാണ് പൊതുവെയുള്ള വികാരം. പക്ഷേ താങ്കൾ അതിനോട് യോജിക്കുന്നില്ല എന്നുള്ള അഭിപ്രായം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ത് വീഴ്ച വന്നു എന്നാണ് താങ്കൾ പറയുന്നത്? ശ്രുതിയുടെ വായിൽ തന്നെ വീണല്ലോ സത്യസന്ധമായിട്ട്. ഇല്ല, താങ്കളുടെ അഭിപ്രായം നേരത്തെ വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ അഭിപ്രായം ഒന്നും വന്നിട്ടില്ല. എന്റെ അഭിപ്രായം വന്നിട്ടുണ്ട്, ശ്രുതി പറഞ്ഞ പോലല്ല. ഈ സിനിമ നടൻ കുറ്റക്കാരാണ് ശിക്ഷിക്കപ്പെടണം. ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ. ഇവിടെ എന്റെ മുമ്പിലുള്ള പ്രശ്നം, ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. പോലീസിന്റെ അതിക്രമങ്ങൾ പലതും കണ്ട് വേദനിച്ചിട്ടുള്ളവനും ശക്തമായി പ്രതിഷേധിച്ചിട്ടുള്ളവനുമാണ് ഞാൻ. മറ്റു പലരും പേടി കൊണ്ട് പ്രതിഷേധിക്കാൻ എനിക്ക് അങ്ങനെ ആരും ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിൽ ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ജനബന്ധന ആവശ്യത്തെ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം തന്നെ കഴിഞ്ഞ ഫെബ്രുവരി മാസം 17-ാം തീയതി നടന്ന ഒരു ബലാത്സംഗം അല്ലെങ്കിൽ വൃത്തികെട്ട ലൈംഗിക പീഡനം, ആ സഹോദരിക്കുണ്ടായ എല്ലാ മകൾക്കുണ്ടായ ബുദ്ധിമുട്ടും വേദനയിലും ഞാൻ ദുഃഖിക്കുന്നു. അതിന് യഥാർത്ഥ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ കശ്മീരന്മാർ ഇപ്പോൾ ജയിലിലാണ് എന്ന് കാണുന്നതിന് ഞാൻ സന്തോഷിക്കുന്നു. പിന്നെയുള്ള പ്രശ്നം എന്താ, ഇതെങ്ങനെ നടന്നു എന്നതാണ്. ആ നടന്നു എന്നത് ഇവനിത് ആദ്യമല്ല. വേറെ 2 നടിമാരോടും ഇതേ രീതിയിൽ മോശമായി പെരുമാറാൻ ശ്രമിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പുറകെ 2011 സംഭവം 1 അതിന് കേസെടുത്തത് ഇപ്പൊ. അപ്പൊ പോലീസ് എവിടെ ആയിരുന്നു കഴിഞ്ഞ 5-8 കൊല്ലം? ഇപ്പൊ പോലീസ് എന്താ എത്ര ആവേശം? ശ്രീ പി സി ജോർജ്, ഇതുമായി ബന്ധപ്പെട്ട പരാതി വരുമ്പോഴല്ലേ അതിലേക്ക് അന്വേഷണം പോകുക? ഇതുവരെ പരാതി പറയാത്തവർ തുറന്നു പറയാൻ തയ്യാറായി എന്നൊരു സത്യം കൂടി നമ്മുടെ മുന്നിലില്ലേ? ശ്രുതി ഇങ്ങനെ സത്യവിരുദ്ധമായ കാര്യം പറയരുത്. അന്ന് ഈ ഞങ്ങളുടെ പേര് പറയത്തില്ല, അതുകൊണ്ടാ. ഇപ്പോൾ പരാതി കൊടുത്ത സ്ത്രീയുടെ ഭർത്താവ് പരാതി കൊടുത്തിരുന്നു. അന്വേഷിക്കാൻ ഒരു പട്ടി പോലീസ് കൂടി ഇല്ലായിരുന്നു, അറിയാമോ? വൃത്തികെട്ടമാര് ആ പാവം നടിയെ ആക്രമിച്ചിട്ട് അത് എന്തുമാവട്ടെ, നേരിട്ട് പരാതി കൊണ്ട് കൊടുത്തിട്ട് അന്വേഷിക്കാൻ ഒരുത്തരും ഇല്ല ഇവിടെ. ഇപ്പൊ അന്വേഷിക്കാൻ ചാടിരിക്കുക. അന്വേഷിക്കുമ്പോൾ എന്താ പരാതി എന്താണെന്ന് അറിയാമോ? ആ അന്വേഷണത്തോടൊക്കെ 5 പേരെ ഇപ്പൊ പുതിയ എഫ്ഐആർ എടുത്ത് അറസ്റ്റ് ചെയ്തു. അതിനകത്ത് ഡ്രൈവർ ആരാ? അതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരുത്തൻ നമ്മുടെ ഒരു MLA-യുടെ ഡ്രൈവറാണ്. സിനിമാ നടനാഥൻ MLA-യുടെ, ഗണേശന്റെ അല്ല. അതുപോലെ തന്നെ ഈ സുനി എന്ന് പറയുന്നവൻ സിനിമാ ലോകത്ത് ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. ആ സിനിമാ നടനായ MLA തന്നെ ഇവരെ വീണ്ടും ഡ്രൈവറായിട്ട് വെച്ചോണ്ടിരുന്നത് എന്തിനാണ്? ശ്രീ പി സി ജോർജ്, അങ്ങനെ ചെയ്തു പരിചയമുള്ള ക്രിമിനൽ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് ഏൽപ്പിച്ചു എന്നല്ലേ പുറത്തു വന്നിരിക്കുന്ന വാർത്ത? അതല്ലേ പോലീസ് നൽകുന്ന വിവരം? അതുകൊണ്ടാണ് എന്റെ സംശയം. അതിനകത്ത് വേറെ സംശയം എന്താണെന്നറിയാമോ? ദിലീപ് ചെയ്താൽ പിടിക്കണം, എനിക്കറിയില്ല. പക്ഷെ എന്റെ ഒരു സംശയം, കൊട്ടേഷൻ കൊടുക്കുന്നതിന് ഇത്ര അഡ്വാൻസ് മാത്രമേ ഉള്ളൂ. കൊട്ടേഷൻ കൊടുക്കുന്നതാണ് പോലീസ് പറയുന്നത്. എന്തുകൊണ്ട് ഇവൻ ജയിലിൽ പോകുന്ന നിമിഷം വരെ കാശിന്റെ കാര്യം പറഞ്ഞില്ല? കാശിന്റെ കാര്യത്തിൽ തന്നെ സാമ്പത്തിക കാര്യം ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി ജയിൽ സൂപ്രണ്ടിന് അനുവാദത്തോടുകൂടി ജയിൽ സൂപ്രണ്ട് സീൽ ചെയ്ത് കൊടുത്ത് കത്ത് പുറത്തു കൊടുക്കാതെ അതിപ്പോ മര്യാദകളുണ്ടോ? ആ ജയിൽ സൂപ്രണ്ട് സ്ഥലം മാറ്റുന്നതായില്ലല്ലോ. അപ്പൊ അതിനകത്തൊക്കെ ഗൂഢാലോചനയുണ്ട്. എന്റെ അഭിപ്രായം, പോലീസ് എന്തും ചെയ്തിട്ട് പോലീസിനെ വിശ്വസിക്കാൻ കേരളത്തിൽ ജനങ്ങൾ കിട്ടുകയാണ്, അത് വേറെ കാര്യം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വേറെ ചരിത്രത്തിലേക്ക് കിടക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വരുന്നത്. ഏതായാലും ദിലീപിനെ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പൊ ദിലീപിന്റെ സിനിമാക്കാര്യം വന്നു. 2 കൊല്ലം മുമ്പ് ഇത് ചർച്ചയായല്ലോ. എന്തുകൊണ്ട് അന്ന് പരിശോധിച്ചില്ല മുനിസിപ്പാലിറ്റി? ശ്രീ പി സി ജോർജ്, അതിലേക്ക് പിന്നെ വരാം. ശ്രീ പി സി ജോർജ്, ദിലീപിനെതിരെ സാഹചര്യ തെളിവുകളുണ്ട് പോലീസിന്റെ പക്കൽ, ശാസ്ത്രീയമായ തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. ഈ ആക്രമിക്കപ്പെട്ട നടിയുമായി ദിലീപിന് വിരോധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം സാക്ഷിമൊഴികളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട്. ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർ തന്നെ പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് പോലീസിനുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ എഴുതി തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ ഉണ്ടാകും. ശ്രീ പി സി ജോർജ്, ഇതൊക്കെ ഉണ്ടായിട്ടും താങ്കൾ എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിന് ഇതിൽ പങ്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നത്? ഞാൻ ഇതിന് പങ്കില്ലെന്നല്ല പറഞ്ഞു. എന്റെ സംശയങ്ങളാ. സഹോദരി ശ്രുതി, മഞ്ജു വാര്യർക്ക് വൈരാഗ്യമുണ്ട് എന്ന് ആർക്ക് ഏത് ഊഴലും അറിയാമല്ലോ. ഈ ദിലീപിനോട് ഏറ്റവും കൂടുതൽ ശത്രുത മഞ്ജു വാര്യർക്കാന്ന്. താങ്കൾ അടുത്ത ഒരു കേസിനുള്ള വകുപ്പാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മഞ്ജു വാര്യർക്ക് എന്ത് വിരോധമുണ്ട്, എന്ത് തരത്തിലുള്ള വൈരാഗ്യമുണ്ടെന്നാണ് പറയുന്നത്? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ മോശമായ ഒരു പ്രതികരണം പൊതുജന മധ്യത്തിൽ നടത്തിയതായി താങ്കൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് പറയാൻ പറ്റും. തന്റെ ഞാൻ പറയും, കേസും കൊടുത്തോ, ഞാൻ ഏറ്റോളം കേസ്.
ആ മഞ്ജു വാര്യരും ഈ ഭാര്യ ഭർത്താക്കന്മാരെന്ന് അറിയത്തില്ലാത്ത ആരാ? എന്തുകൊണ്ടാണ് ദിലീപ് മഞ്ജു വാര്യരുടെ മകൾ ദിലീപിനോടൊപ്പം നിൽക്കുന്നു, മഞ്ജു വാര്യരോടൊപ്പം പോയില്ല? ശ്രീ പി സി ജോർജ്, ഒരു നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പറയാതിരിക്കും. ശ്രീ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ മാത്രമല്ല ശ്രീ പി സി ജോർജ്, താങ്കളുടേതായി ഫേസ്ബുക്കിൽ വന്ന ഒരു കുറിപ്പുണ്ടല്ലോ. അതായത് താങ്കൾ ഒരു വിശദീകരണം നൽകിയല്ലോ. താങ്കൾ ഈ നിർഭയയുമായി ഈ ആക്രമണത്തെ താരതമ്യപ്പെടുത്തിയതിനെ അപലപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ വളരെ രൂക്ഷമായ രീതിയിലാണ് താങ്കളുടെ പ്രതികരണം വന്നത്, അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പുണ്ടായി. അപ്പോഴും താങ്കളെ വിമർശിച്ച ഒരു സിനിമാ പ്രവർത്തകർക്കെതിരെ താങ്കൾ പറഞ്ഞ വാചകങ്ങൾ എന്തായിരുന്നു ശ്രീ പി സി ജോർജ്? അവരുടെ ചരിത്രം, അവരെങ്ങനെയായിരുന്നു എന്നുള്ളത് സിനിമാ മേഖലയിലുള്ളവർക്കറിയാം. ഇങ്ങനെയൊക്കെയാണോ പ്രതികരിക്കേണ്ടത്? ഒരു സ്ത്രീ ഒരു കാര്യം ചോദിക്കുമ്പോൾ സത്യം പറയാൻ പാടില്ല. നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരാകുന്ന ആണുങ്ങൾ വോട്ട് ചെയ്താൽ പെണ്ണുങ്ങൾ തന്നെയാണോ? ആണുങ്ങൾ വോട്ട് ചെയ്താൽ പെണ്ണുങ്ങളാകുന്നേ. അപ്പൊ പെണ്ണുങ്ങളുടെ കാര്യം എന്നും പറഞ്ഞ പെണ്ണുങ്ങളെല്ലാം കൂടി കഴിയെ പോരാ, ആണുങ്ങൾ വേണം. മനുഷ്യ വംശം നിലനിർത്താനാണ് പുരുഷനെ സ്ത്രീയെ സൃഷ്ടിച്ചത്. അപ്പൊ പുരുഷനും വേണം, പുരുഷൻ വേണ്ട, സ്ത്രീ മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ട് ചാടി തുള്ളി നടന്നുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. ഈ തുറലൊന്നും ഒരു കാര്യമില്ല. ഈ തുറന്ന് പല വനിതാ നേതാക്കന്മാരും ഭർത്താവിന്റെ മുമ്പിൽ പഞ്ചമച്ച് കിടക്കുക, പുറത്തോട്ടിറങ്ങി മറ്റുള്ള പുരുഷന്മാരെ പേടിപ്പിക്കുക. ഞാൻ അതും കണ്ട് പേടിക്കുന്നതല്ല. ശ്രുതി എന്നോട് ക്ഷമിക്കും മോളെ, പക്ഷെ മോളെന്ന് വെച്ച് പിട്ടുവായിരിക്കുന്നു സഹോദരി കേട്ടോ. നിങ്ങളൊക്കെ എന്തെല്ലാം പറഞ്ഞാലും സത്യത്തിന് വേണ്ടി പ്രതികരിച്ച് നടക്കുന്നവരെ നിങ്ങൾ ആരെന്നെ ഭീഷണിപ്പെടുത്തിയാലും. ശ്രീ പി സി ജോർജ്, താങ്കളുടെ വാചകങ്ങൾ ഇതായിരുന്നല്ലോ: സ്ത്രീത്വത്തെക്കുറിച്ചും സദാചാര ബോധത്തെക്കുറിച്ചും ഉപദേശിക്കാനും പറഞ്ഞു തരാനും ഏറ്റവും അർഹതയുള്ള മാന്യ വനിത തന്നെയാണ് അവരെന്ന കാര്യത്തിൽ എനിക്ക് ഒരു തരി സംശയം പോലും ബാക്കിയില്ല. അത്ര മികച്ച നിലവാരത്തിലുള്ള സംഭാവനകളും പ്രവർത്തനങ്ങളും അവരുടേതായ മേഖലകളിൽ അവർ നൽകിയിട്ടുമുണ്ട്. പൊതുജനങ്ങൾക്ക് അത് വിശദമായി അറിയില്ലെങ്കിലും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അക്കാര്യത്തിൽ വിശദവും കൃത്യവുമായ ബോധ്യമുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് രണ്ടു പക്ഷമില്ല. എന്താണ് ഇത്തരം വാചകങ്ങളുടെ അർത്ഥം ശ്രീ പി സി ജോർജ്? അതിന്റെ അർത്ഥം ബോധമുള്ളവർ മനസ്സിലാകുമ്പോൾ തന്നെ ഇട്ടതാ. അത് ആ അർത്ഥത്തിൽ സ്വീകരിച്ചാൽ മതി. അവരെ വളരെ ബഹുമാനപ്പെട്ടതല്ലേ. ഒരു സഹപ്രവർത്തകയ്ക്കുണ്ടായ മോശമായ ആക്രമണവുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രതികരിക്കാൻ യാതൊരു അധികാരവുമില്ല. അതിന് അവരുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കും, അവർ നേരത്തെ എന്തായിരുന്നു എന്നുള്ള പരിശോധിക്കും, വീണ്ടും അപമാനിക്കുകയും ചെയ്യും. അങ്ങനെയാണോ? അങ്ങനെ അത് ശ്രുതി എവിടുന്ന് വിളിച്ചതാ? എവിടുന്നാ പള്ളിക്കൂടത്ത്? പേര് പള്ളിക്കൂടത്തിലാ പോയേ? കേരളത്തിലുള്ള പള്ളിക്കൂടത്തൊന്നും പോയില്ലേ ശ്രുതി? അത് വായിച്ചിട്ട് അങ്ങനെ നേരത്തെ ഞാൻ എഴുതിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എന്താ പറ്റിയ മാനസികവും വല്ലതും പോയി കേട്ടോ? താങ്കളുടെ വാചകങ്ങളാണ് ഞാൻ വായിച്ചത്. താങ്കൾ എഴുതിയ വാചകങ്ങളാണ് ഞാൻ വായിച്ചത്. കത്തിലെഴുതിനകത്ത് എവിടെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ശ്രുതി പറഞ്ഞത് ഞാൻ തോന്നിയിട്ടുണ്ടോ? മാന്യമായ ബഹുമാനിക്കുന്നത് എന്നെ കുഴപ്പം. ശ്രീ പി സി ജോർജ്, താങ്കൾക്ക് മറുപടിയായ ബിന്ദു കൃഷ്ണയുമുണ്ട്. എനിക്ക് ആവശ്യമില്ല. അല്ല, ആരും ആവശ്യമില്ല. ആർക്ക് മാനസിക രോഗം എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്ത് പറഞ്ഞാലും. അത് ബിന്ദു അവിടെ മണി അടിച്ചോ? ബിന്ദുവിന് ഈ സുധീര അവതാരിയൊക്കെ ആവശ്യമുണ്ട്. എനിക്കങ്ങനെ മാതൃഭൂമി അവതാരിയോ ബിന്ദുവിന്റെ അവതാരിയോ ഒന്നും വേണ്ട. എന്നെ പറ്റി ആരെയും അവതാരിയല്ല, എല്ലാവരെയും ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ് മാത്രം മതി പൊതുപ്രവർത്തകർക്ക്, അല്ലാതെ വേറെന്താ? ആ പൊതുപ്രവർത്തകർ മാന്യമായിട്ട് പെരുമാറി പഠിച്ചേ. എന്നോട് മാന്യമായിട്ട് സംസാരിച്ചാൽ ഞാനും മാന്യമായിട്ട് സംസാരിക്കും. എന്നോട് മോശമായിട്ട് സംസാരിച്ചാൽ ഞാൻ മോശമായിട്ട് പറയും. ശ്രീ പി സി ജോർജ്, താങ്കളോട് ആരാണ് ഇവിടെ മോശമായി സംസാരിച്ചത്? ആരാണ് മോശമായി സംസാരിച്ചത്? താങ്കളുടെ പ്രതികരണം ദിലീപിനെ അനുകൂലിക്കുന്ന വിഷയം. ദിലീപിനെ താങ്കൾ എന്തുകൊണ്ട് അനുകൂലിക്കുന്നു എന്നുള്ള ചോദ്യമല്ലേ വന്നത്? ദിലീപിനെ താങ്കൾ എന്തുകൊണ്ട് അനുകൂലിക്കുന്നു എന്നുള്ള ചോദ്യമല്ലേ വന്നത്? സൗകര്യമില്ല, ദിലീപിനെ അനുകൂലിക്കാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ ദിലീപിനെ തന്നെ അനുകൂലിക്കുന്നു. കേരളത്തിലെ പോലീസ് ദിലീപ് നിരപരാധിയാണ് എന്ന വാക്ക് താങ്കളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നാണോ ശ്രീ പി സി ജോർജ് പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ പലതവണ പറഞ്ഞു. എന്റെ വിശ്വാസം ദിലീപിന്റെ പേര് ബന്ധിക്കാൻ തെളിവുകളില്ല എന്നാണ്. ആ തെളിവ് വിശ്വാസികൾക്ക് തെളിവ് പോലീസ് കൊടുക്കണം എന്നാ ഞാൻ പറഞ്ഞത്. ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ അഭിപ്രായം മാറ്റുമോ? ഞാൻ മാറ്റിയത് പോലീസുകാർ കൊടുക്കുന്ന കുറ്റപത്രത്തിന്റെ അർത്ഥം ഇവിടെ നമ്പിനാരാണ് കുറ്റപത്രം കൊടുത്ത്. ഞാൻ വേറൊന്നും പറയട്ടെ, നമ്മുടെ ബെനഡിക്ട് ആക്ഷൻ കുറ്റക്കാരൻ പോലീസ് കേസ് അറിയുന്നത് കൊല്ലം ജില്ലാ കോടതി അങ്ങനെ തൂക്കാൻ പിടിച്ചറിയാമോ? അതെന്ത് സെഷൻ കോടതി തൂക്കാൻ പിടിച്ചു എന്നൊരു സംഭവം. ആ അച്ഛൻ മരിക്കാറായപ്പോ എനിക്കറിയാം കാഞ്ഞിരപ്പള്ളിക്കാരൻ യഥാർത്ഥ പ്രതി എന്ന് പരസ്യമായ അച്ഛനോട് ക്ഷമിച്ചു. ഞാനാണ് മറിയക്കുട്ടിയെ കൊന്നത്. അച്ഛൻ എന്നോട് ക്ഷമിക്കുക. എന്താ കാര്യം? ആ പ്രതിയുടെ വീട്ടിലുള്ള എല്ലാം കൈയും കാലും ഇല്ലാത്ത പിള്ളേരാണ് ഉണ്ടായത്. അറിയാമോ? ഇത് നേരിട്ടറിയാം വീട്ടുകാരെ എനിക്ക്. അതുകൊണ്ടാ ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ അനുഭവത്തിന്റെ അടിസ്ഥാന വർത്താനം പറയുമ്പോ ഇതൊന്നും ഇല്ലാതെ ചാണ്ടി കയറിയിട്ടുണ്ട് ഇങ്ങനെ വിമർശിച്ചിട്ട് ഒരു കാര്യമില്ല എന്റെ സഹോദരി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്
എന്റെ ബോധ്യമാണ് പറയുന്നത്. ശ്രീ പി സി ജോർജ് നിർഭയ സംഭവവുമായി ബന്ധപ്പെടുത്തി അതിനെ താരതമ്യം ചെയ്യരുത്, ഈ ആക്രമണം അത്രയ്ക്കൊന്നും വരില്ല ഈ ആക്രമണം എന്ന രീതിയിൽ ഒരു അഭിപ്രായം കൂടി താങ്കൾ പറയുകയുണ്ടായി. അത് ശരിയല്ല എന്ന ബോധ്യത്തിലേക്ക് താങ്കൾ എത്തിയോ? അതാണ് നിങ്ങളുടെ തെറ്റ്. നിങ്ങളുടെ മനസ്സിന്റെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. ഞാൻ പറഞ്ഞത് പോലീസ് ചെയ്തത് തെറ്റാണ്. പോലീസ് കോടതി പറയുമ്പോൾ ജനങ്ങൾക്കും കോടതിക്കും ബോധ്യമുള്ള കാര്യം, ബോധ്യപ്പെടാൻ സാഹചര്യം ഉണ്ടാകുന്ന കാര്യം പറയണം. ഈയൊരു വൃത്തികേട് പോലീസ് പറയരുതെന്നാണ് ഞാൻ പറഞ്ഞേ. അല്ലാതെ നടി ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്നോ അപമാനിക്കപ്പെട്ടിട്ടില്ലെന്നോ ഞാൻ പറഞ്ഞില്ല. നിർഭയമായി പോലീസ് അതിനെ താരതമ്യം ചെയ്തത് റോഡിലൂടെ, നഗരത്തിലെ റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നടന്ന പീഡനം എന്നുള്ള നിലയ്ക്കാണ്. അതിൽ ഒരു താരതമ്യവും ഇല്ല എന്നെങ്കിൽ താങ്കൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അതിനെ ഇനി എത്ര ന്യായീകരിച്ചാലും അതിന്റെ തൊട്ടടുത്ത ദിവസം നടി അഭിനയിക്കാൻ പോയി എന്നൊരു വാചകം താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ശരിയല്ലേ? പോയില്ലേ? അതിനർത്ഥം എന്താണ്? ഒരാൾ പീഡിപ്പിക്കപ്പെട്ടാൽ അകത്തിരിക്കണം, കരഞ്ഞകത്തിരിക്കണം, പുറത്തേക്ക് വരരുത്, ആരോടും മുഖം കാണിക്കരുത്, കരഞ്ഞിരിക്കണം എന്നുള്ള വാചകമല്ലേ? ഇതേ വാചകം ദിലീപ് പറഞ്ഞിട്ടുണ്ട്. ഇതേ വാചകം ദിലീപിന്റേതായി വന്നിട്ടുണ്ട്. എന്റെ മുമ്പിലുള്ള പ്രശ്നം നിർഭയപ്പോലെ പീഡിപ്പിക്കപ്പെട്ടെന്ന് കോടതി പറയുമ്പോ ആ കുട്ടി നമ്മുടെ പെൺകുട്ടി സിനിമ അഭിനയിക്കാൻ പോയെന്ന് അതിനുപയോഗിച്ച ആയുധങ്ങൾ എന്ന നിലയ്ക്ക്, ആ നിലയ്ക്ക് മാത്രം താങ്കൾ അതിനെ കാണുകയാണ്. എന്തായാലും താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് കാണുകയാണ്. വളരെ നന്ദി ശ്രീ പി സി ജോർജ് പ്രതികരിച്ചതിന്. ഒരിടവേളയിൽ ശരി.